മൊബൈൽ ഫോൺ ആക്സസറീസ് ഗോഡൌണും എക്സൈഡ് ബാറ്ററി കടയും 2 നിലകളിലെ താമസമുറികളും കത്തിനശിച്ചു. കെട്ടിടത്തിന്റെ താഴെ നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങളും അഗ്നിക്കിരയായി. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തു നിന്നാണ് തീ ഉയരുന്നത് നാട്ടുകാർ കണ്ടത്. പുലർച്ചെ വരെ നാട്ടുകാരും അഗ്നിശമന രക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. താഴത്തെ നിലയിലാണ്, കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ആദ്യം തീ പടർന്നത്. അതിനുശേഷം അത് മുകളിലേക്കും പോയി. പിന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയ ശേഷം പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിയതിന് ശേഷമാണ് അവിടുന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഒരാളാണ് അവിടെ താമസം ഉണ്ടായിരുന്നത്. താഴത്ത് ബാറ്ററിയുടെ ഷോറൂമാണ്, എക്സൈഡ് ബാറ്ററിൻ്റെ ഷോറൂമും, മുകളിൽ മൊബൈൽ ആക്സസറീസിൻ്റെ ഗോഡൗണാണ്. അതാണ് ഇത്ര തീപിടുത്തേണ്ട പ്രധാന കാരണം. അത് പൊട്ടിത്തെറിച്ചതാണ് ഇത്രയും ഗൗരവമായിട്ടുള്ള തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 6-7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് അയാളെ പുറത്തേക്ക് എടുത്തുള്ളത്. അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് വലിയൊരു ആളപകടമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വിവിധ അഗ്നിശമന സേനാ യൂണിറ്റുകൾക്ക് പുറമെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക സൗകര്യമുള്ള അഗ്നിശമന സേനാ വാഹനങ്ങളും എത്തി. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ താമസിച്ചിരുന്നയാൾ മുറിയിൽ അകപ്പെട്ടത് ആശങ്കയ്ക്കിടയായി. ഫയർഫോഴ്സും നാട്ടുകാരും ജനൽ കമ്പി മുറിച്ചാണ് അദ്ദേഹത്തെ പുറത്തെത്തിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തുടക്കത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വൈകാതെ ഫയർഫോഴ്സ് വാഹനങ്ങളും എത്തി. കൊണ്ടോട്ടി ASP ബാലകുമാർ IPSന്റെ പോലീസ് ടീം, ഫയർ യൂണിറ്റുകൾ, നാട്ടുകാർ, MLA TP അഷ്റഫ് അലി, നഗരസഭാ ചെയർമാൻ മമ്മി ദശ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി. കേരള വിഷൻ, കൊണ്ടോട്ടി.